कविता लगातार नहीं जानने और जानने का बयान करती जाती है। शिल्प की इस बारीक कारीगरी को देखें. അപ്പോൾ എന്താ പറയുന്നത്? കവിത ലഗാതാർ, ലഗാതാർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, കവിത തുടർച്ചയായി, നെഹി ജാന്ന അറിയില്ല, ഔർ ജാന്നെ അറിയുക എന്നീ ബയാൻ കർത്തി ജാതി ഹെ. ബയാൻ കർണ എന്ന് പറഞ്ഞാൽ, ബയാൻ എന്ന് പറഞ്ഞാൽ ഉരുവിടുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ വിവരണങ്ങളിലൂടെ പോകുന്നു. അപ്പം എന്താ പറഞ്ഞു വരുന്നത്? കവിത തുടർച്ചയായി, അറിയില്ല, അറിയുന്നു എന്നീ വിവരണങ്ങളിലൂടെ പോകുന്നു. ശില്പ കി ഇസ് ബാരീക് കാരിഗാരി കോ ദേഖോ. ശില്പ കി, ശില്പം എന്ന് പറഞ്ഞാൽ ശില്പം, ശില്പത്തിൻ്റെ ബാരീക് സൂക്ഷ്മമായ, കാരിഗാരി ശില്പകല, ദേഖേ നോക്കൂ, ശില്പത്തിൻ്റെ സൂക്ഷ്മമായ ഈ നിർമ്മാണ കൗശലത്തെ നമുക്ക് നോക്കാം. വോ മുझे नहीं जानता था, അവന് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനെ കോ ജാൻതാ താ, കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഹം ഏക് ദൂസരെ കോ നഹി ജാൻതേ തേ, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് സാത്ത് ചൽനാ ജാൻതേ തേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യേ നഹി ജാന്ന ഔർ ജാന്ന, ഈ അറിയില്ലായ്മയും ഔർ ജാന്ന അറിയുക എന്നുള്ളതും കവിതാമേ കിസി ലോകഗീത് കെ, കവിതയിൽ ഏതോ നാടൻ പാട്ടിൻ്റെ, ലോകഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ട്, നാടൻ പാട്ടിൻ്റെ സ്ഥായി കി തര, സ്ഥിരമായത് പോലെ, ബാർ ബാർ ലൗട്താ ഹെ, പല പ്രാവശ്യം മടങ്ങി വരുന്നു. എന്താണ് പറയുന്നത്? ഈ കവിതയിൽ ഏതോ ഒരു നാടൻ പാട്ടിൻ്റെ വരികളിലെ ആദ്യ പദം പോലെ വീണ്ടും വീണ്ടും വരുന്നു. എന്ത്? നെഹി ജാന്ന, ജാന്ന എന്നുള്ള വാക്ക്. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ, ഗദ്യരൂപത്തിലെഴുതിയ ഏതെങ്കിലും കവിതയിലെ വരികളുടെയോ, ലിറിക്കൽ എന്ന് പറഞ്ഞാൽ വരികൾ, അതുപോലെ യാ ഗീതാത്മകത എന്ന് പറഞ്ഞാൽ ഗാനാത്മകതയുടെയോ പ്രത്യേകത, ബോധം എന്ന് പറഞ്ഞാൽ ബോധം. ഇസ് ഗോപി കെ സാത്ത്, ഇത്രയും, ഖൂബ് എന്ന് പറഞ്ഞാൽ മേന്മ, ധാരാളം എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ അതിൻ്റെ മേന്മ, സാത്ത് ഇത്രയും മേന്മയോട് ഒപ്പം, ഹിന്ദി കെ കിസ് കവിതാമേ ആയാ ഹെ, ഹിന്ദിയിലെ വേറെ ഏത് കവിതയിലാണ് വന്നിട്ടുള്ളത്. യാദ് നഹി ആരഹ, ഓർമ്മ വരുന്നില്ല. എന്താണ് പറയുന്നത്? ഗദ്യരൂപത്തിലെഴുതിയ ഈ കവിത, ഈ കവിതയിലെ വരികളുടെയോ അതുപോലെ അത്രയും ഗാനാത്മകതയുടെയോ പ്രത്യേകത, ഇത്രയും മേന്മയോടൊപ്പം വന്ന ഇത്രയും മനോഹരമായ ഈ കവിത ഹിന്ദിയിലെ വേറെ ഏതെങ്കിലും കവിതയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത്രയും നല്ല ഒരു കവിതയാണ് ഇത് എന്നാണ് പറയുന്നത്. जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द ശ്രോതാओं के ज़ुबान पर आपसे आप आ जाते हैं. ഏതുപോലെയാണ്? ഉദാഹരണമായിട്ട് കിസി ഗസൽ മേ, ഏതെങ്കിലും ഗസലിൽ, ആഖ്രി ഷേർ അവസാനത്തെ, ആഖ്രി പറഞ്ഞാൽ അവസാനത്തെ, ഷേർ എന്ന് പറഞ്ഞാൽ ഈരടി, രണ്ട് വരി, അവസാനത്തെ രണ്ട് വരിയുടെ ആഖ്രി ശബ്ദ്, അവസാനത്തെ വാക്ക്, ശ്രോതാവോं की ज़ुबान पर എന്ന് പറഞ്ഞാൽ, ശ്രോതാവ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ്, ഓഡിയൻസിൻ്റെ ജുബാൻ പർ, നാവിൽ, ആപ്സെ ആപ് ആ ജാത്താ ഹേ, ആ സ്വയം വരുന്നത് പോലെ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പാട്ട് പാടുമ്പോൾ ആ പാട്ട് അറിയില്ലെങ്കിലും അതിൽ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്ന ആ വാക്കുകൾ മാത്രം നമുക്ക് പാടാൻ അറിയുന്നുണ്ടാവും. അതുപോലെ ഈ കവിതയും അതുപോലെയാണെന്നാണ് പറഞ്ഞത്. എന്താ പറയുന്നത്? ഏതെങ്കിലും ഗസലിൻ്റെ അവസാന ഈരടിയുടെ അവസാന വാക്ക് ശ്രോതാക്കളുടെ നാവിൽ സ്വയം വരാറുള്ളതുപോലെ ഈ കവിതയിലെ അവസാന വാക്ക്, വൈസേ ഹി ഇസ് കവിത കെ അന്തിം ശബ്ദ്, അതുപോലെയാണ് ഈ കവിതയിലെ അവസാനത്തെ വാക്ക്, യാനി അതായത്, സാത്ത് സാത്ത് ചൽന ഒരുമിച്ച് നടക്കുക, കെ ബാദ്
അപ്പോൾ ഈ കവിത ഒരാളിങ്ങനെ ചൊല്ലുകയാണ്. ആ സമയത്ത് ഒരുമിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കവിത നിർത്തിയെന്ന് വിചാരിക്കുക, ചൊല്ലുന്ന ആൾ. അപ്പോൾ യദി കവിത പാട് രോക്ക് ദിയാ ജായേത്തോ, രോക്കിന തടയുക, നിർത്തുക എന്നൊക്കെ പറയാം. അപ്പോൾ ഒരാൾ കവിത ആലപിക്കുന്ന സമയത്ത് സാത് സാത് ചലന എന്ന് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സുന്നേ വാലെ, ആ കേൾക്കുന്ന ആളുകൾ ഖുദ് സ്വയം വാക്യ പൂരാ കർ ദേങ്കെ, ആ കവിത മുഴുമിപ്പിക്കും. എങ്ങനെ? അവർ കഹേങ്കേം, അവർ പറയും, ജാൻതേ ദേ. അപ്പോൾ സാത് സാത് ചലന എന്ന് കഴിഞ്ഞ് ആ കവിത ആലപിക്കുന്ന ആൾ ആ കവിത ആലാപനം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആൾ ജാൻതേ ദേ എന്ന വാക്ക് സ്വയം കൂട്ടിച്ചേർക്കുന്നു എന്നാണ് പറയുന്നത്. ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को പൂരി തരസെ ബദൽ ദേത്തി ഹെ. എന്താ റൂട്ടിഗ്രസ്ത് എന്ന് പറഞ്ഞാൽ? പരമ്പരാഗതമായ. എന്താ പറയുന്നത്? ഈ കവിത അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂർണ്ണമായും മാറ്റി മറിക്കുന്നു. ഇസ് കവിത കി പെഹലി ദോ പങ്ക്തിയോ മേ ഹി, ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി അപ്പിനി പൂരി ബാത് കഹ് ദേത്തി ഹെ, കവി പൂർണ്ണമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മൊത്തം ആ വരികളിൽ തന്നെ പറയുന്നുണ്ട്. ശേഷ് പങ്ക്തിയാം, അപ്പോൾ ബാക്കിയുള്ള വരികളൊക്കെ എന്താ ചെയ്യുന്നത്? ഉസി കഹേ ഗയേക്കോ, ആ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി ഉറപ്പിക്കാനുള്ളതാണ്. കഹേ ഗയേക്കോ ഔർ സഘൻ, സഘൻ എന്ന് പറഞ്ഞാൽ ഇടതിങ്ങിയ, ഔർ ഗഹര ആഴത്തിൽ അല്ലെങ്കിൽ ഉറപ്പുള്ളത്. അപ്പോൾ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തൻ്റെ മുഴുവൻ കാര്യവും പറയുന്നു. ശേഷമുള്ള വരികൾ ആ പറഞ്ഞവയെ ഉറപ്പുള്ളതും ആഴമുള്ളതുമാക്കുന്നു. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. कविता का संदेश है कि കവിതയുടെ സന്ദേശം ഇതാണ്. 2 മനുഷ്യോं के बीच, 2 മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത का एहसास, മനുഷ്യത്വത്തിൻ്റെ തോന്നൽ, അതായത് മാനവീയ സംവേദന,